ക്രിപ്റ്റോ ITR ഫയൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഓക്കെ, ഗൂഗിളിൽ ITR ഫയലിങ്ങിൽ നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആ ലിങ്കിൽ പാൻ കാർഡ് നമ്പർ കൊടുത്ത് കണ്ടിന്യൂ ചെയ്ത് പോകാം. ചെയ്യാം. പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവർക്കാണെങ്കിൽ ന്യൂ രജിസ്റ്റർ കൊടുത്തിട്ട് പാൻ കാർഡ് പാസ്വേഡ് സെറ്റ് ചെയ്ത് നമുക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കാം. അതല്ല ആൾറെഡി ഉള്ളവരാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പാസ്വേഡ് കൊടുത്ത് എൻ്റർ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇപ്പം സെലക്ട് ചെയ്യേണ്ടത് അസസ്മെൻ്റ് ഇയർ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 2025-26 സെലക്ട് ചെയ്യേണ്ടത്. അതിൽ ക്രിപ്റ്റോയിൽ കൂടുതൽ ട്രാൻസാക്ഷൻ, അതായത് കൂടുതൽ ട്രാൻസാക്ഷൻ ഉള്ളവർക്ക് ഓഫ്ലൈൻ യൂട്ടിലിറ്റി ആയിട്ട് ചെയ്യാൻ പറ്റും. എക്സൽ യൂട്ടിലിറ്റി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ച് ഒരു 100-150 ഒക്കെ ട്രാൻസാക്ഷനേ ഉള്ളെന്നുണ്ടെങ്കിൽ നമുക്കത് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ആൾറെഡി ചെയ്ത് കഴിഞ്ഞു. അത് യൂട്ടിലിറ്റിയാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് 1000 പുറത്ത് ട്രാൻസാക്ഷൻ ഉണ്ടായതുകൊണ്ട് ഇപ്പം ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ചെറിയ ട്രാൻസാക്ഷൻ ഉള്ളവർക്ക് ഓൺലൈൻ വഴി ചെയ്യാം. സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് കൊടുക്കുക. ഇൻഡിവിജ്വൽ നമ്മൾ സെലക്ട് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഏത് ITRലാണ് നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നത്, അതായത് ITR 1 എന്ന് പറഞ്ഞാൽ സാലറി പേഴ്സൺസിന് വേണ്ടിയാണ്. നമുക്ക് ITR 2ൽ കണ്ടിന്യൂ ചെയ്യാം. ക്രിപ്റ്റോ മാത്രം ട്രേഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ITR 2 മാത്രം സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. ക്രിപ്റ്റോയും സാലറി ഒക്കെ നമുക്ക് ITR 2ൽ എൻ്റർ ചെയ്യാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് ബിസിനസ് ഇൻകം ഉണ്ടെങ്കിൽ ITR 3 ഫയൽ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് പ്രൊസീഡ് വിത്ത് ITR 2. ന്യൂ റിജീമിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അത് കൊടുത്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനകത്ത് പ്ലീസ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എന്ന് ഉണ്ട്. അപ്പോൾ നമുക്ക് അത് അതർ കൊടുത്ത് നമുക്ക് എൻ്റർ ചെയ്ത് പോകാം. കണ്ടിന്യൂ ചെയ്ത് പോകാം. അതിനുശേഷം വരുന്ന നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ അറിയാം. ഇപ്പോൾ ജനറൽ ഇൻഫർമേഷൻ ഇത് ഫയൽ ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ ഇൻകം, പിന്നെ ഡിഡക്ഷൻസ്, ടാക്സ്, അതർ, ഇത് ഇത്രയും നമുക്ക് ഓപ്പൺ ചെയ്ത് അത് ഇത്രയും ഫയൽ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ജനറലെന്ന് പറഞ്ഞാൽ അപ്പം ഈ ഒരു ഇത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇൻകം സെലക്ട് ചെയ്യുക. ഇൻകത്തിൽ നമുക്ക് സാലറി ഉണ്ടെന്നുണ്ടെങ്കിൽ സാലറി സെലക്ട് ചെയ്യുക. അപ്പം സാലറി ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അത് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ഇൻകം കാണിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. അതില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വന്നാൽ ക്രിപ്റ്റോയുടെ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഇവിടെയാണ് ഷെഡ്യൂൾഡ് വീഡിയോയ്ക്കകത്താണ് നമുക്ക് ക്രിപ്റ്റോയുടെ വരുന്നത്. അത് നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്പെഷ്യൽ റിഡക്ഷന് വേണ്ടി ഷെഡ്യൂൾഡ് SBI അതൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക് ക്യാപിറ്റൽ ഗെയിൻ അവിടെ എൻ്ററായി വരുന്നുണ്ട്. വേറെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ക്രിപ്റ്റോയുടെ ഇൻകം മാത്രമാണ് ഷെഡ്യൂൾഡ് വീഡിയോയിൽ അത് കൊടുക്കാം. പിന്നെ ഡിഡക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഡിഡക്ഷൻസിൽ കാര്യമായിട്ടൊന്നുമില്ല, വരാനില്ല. പിന്നെ ടാക്സ്. ടാക്സിൽ നമുക്ക് ഇത് ഒഴിവാക്കി നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതേഴ്സ്
അതേഴ്സ് അപ്പം ഈ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നത് ഇത്രയും കിടക്കട്ടെ. ഓക്കെ, കണ്ടിന്യൂ കൊടുക്കുക. അത് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഓരോ ജനറൽ ഇൻഫർമേഷൻ ഓരോന്ന് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നമുക്ക് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ 12 ഷെഡ്യൂൾസ് ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്ന് അത് ഓപ്പൺ ചെയ്ത് അത് വെരിഫൈ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ജനറൽ ഇൻഫർമേഷൻ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് നമ്മൾ പേഴ്സണൽ ഇൻഫർമേഷൻ അതെല്ലാം കൊടുക്കുക. ഓക്കെ, അതേപോലെ ബാങ്ക് അക്കൗണ്ടൊക്കെ ആഡ് ചെയ്യാനുള്ളത് ആഡ് ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതായത് ഫയലിംഗ് സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡ്യൂ ഡേറ്റിന് മുമ്പ് ഇത് എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എൻ്റർ ഈ ഒരു ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഓൾഡ് ടാക്സ് റിജ്യൂമിൽ കണ്ടിന്യൂ ചെയ്യാന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഓൾഡ് റെജ്യൂമിലാണ് കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. അതല്ല നോയിലാണെങ്കിൽ കൊടുക്കുക. പിന്നെ ക്രിപ്റ്റോയിൽ ഓൾഡ് റെജ്യൂമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 12,500 രൂപ റിഡക്ഷൻ കിട്ടും. അതെന്ന് പറഞ്ഞാൽ നമുക്ക് 5 ലക്ഷത്തിന് താഴെ വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് 12,500 റിഡക്ഷൻ കിട്ടും. അപ്പോൾ ഓൾഡ് റെജ്യൂമാണ് ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത്. പിന്നെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസൊക്കെ കൊടുത്ത് ഇന്ത്യ ബാക്കി എല്ലാം കൊടുത്ത് ഓക്കെ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇപ്പം നമുക്ക് മാൻഡേറ്ററി നമുക്ക് ജനറൽ ഇൻഫർമേഷൻ നമുക്കിവിടെ ഒരു ബ്ലൂ ടിക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് കൺഫേം ആയിട്ടുണ്ട്. ഇനി അടുത്ത ഷെഡ്യൂൾഡ് ക്യാപിറ്റൽ ഗെയിൻസിനകത്ത് പോവുക. അപ്പം അതിൽ അത് ഫയൽ ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെ ഷെഡ്യൂൾഡ് VA ക്രിപ്റ്റോയുടെ അതിനകത്താണ്. അപ്പോൾ അത് നമുക്ക് കൺഫേം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷെഡ്യൂൾഡ് VDA, അപ്പോൾ അതിലോട്ട് പോകാം. ഇപ്പം ഷെഡ്യൂൾഡ് VDAയിലാണ് നമുക്ക് ക്രിപ്റ്റോയുടെ കൊടുക്കേണ്ടത്. നമുക്ക് ഇപ്പം ആഡ് അതൊന്ന് അതേഴ്സിൽ പോയിട്ട് നമുക്ക് നിങ്ങളൊരു ടോക്കൺസ് വാങ്ങിയ ഡേറ്റ്, അത് സെല്ല് ചെയ്ത ഡേറ്റ്, അത് എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്, എത്ര രൂപയ്ക്കാണ് സെല്ല് ചെയ്തത്, ഇത് 4 ഐറ്റം നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം. അപ്പം ഡേറ്റ്, കോസ്റ്റ് ഓഫ് അക്വസിഷൻ, ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ അത് ഡേറ്റ്, അതായത് കോസ്റ്റ് ഓഫ് ഡേറ്റ് ഓഫ് അക്വസിഷൻ ഡേറ്റ്. ഓക്കെ, അപ്പോൾ അതേപോലെ ക്യാപിറ്റൽ ഇത് ക്യാപിറ്റൽ ഗെയിൻ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പം അതേപോലെ നോക്കിയാൽ മതി. ഇതിനകത്ത് നമ്മളൊരു കോയിൻ വാങ്ങിയ ഡേറ്റ്, അത് വിറ്റ ഡേറ്റ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് അവിടെ തന്നെ എൻ്റർ ആവും. വാങ്ങിയ വില, വിറ്റ വില, ഇത് രണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ ഫുൾ ആ ഒരു ഫോർമാറ്റ് എത്ര നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്തി അത് മൊത്തം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ക്രിപ്റ്റോയുടെ ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓരോന്നും ടിക്ക് ചെയ്ത് നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരത്തില്ല. ആ VDA സെഷൻ മാത്രം എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഫില്ലായിക്കോളും. നിങ്ങൾക്ക് അതിന് ശേഷം ലാസ്റ്റ് വന്ന് പ്രൊസീഡ് ടു വെരിഫിക്കേഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ആധാർ OTP വന്ന് നമുക്കത് ആ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.